സ്റ്റാർട്ട് ചെയ്യല്ലേ? അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇതിൽ നമ്മള് ആദ്യം അന്ന് എൻഡ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് MIRR പറഞ്ഞിട്ട് നിർത്താം. ഇതില് ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ലൈക്ക് ഇതില് വേറെ കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇതാണ് ഒരു ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ളതുള്ള. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. The existing debt markets are under pressure due to ongoing RBI action on NPA of the commercial bank. Okay. Due to challenges in raising the debt funds, the company will have to offer rupees 100 face value debenture that at an attractive price of 9.5%. എന്നുവെച്ചാൽ മാർക്കറ്റിലുള്ളവരൊക്കെ 9.5% എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത്രയിൽ ഇഷ്യൂ ചെയ്യേണ്ടി വരും, അത്ര റിട്ടേൺ കൊടുക്കേണ്ടി വരും ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് അല്ലേ? അല്ലേ? കേൾക്കണില്ലേ ഞാൻ പറയണത്? ഓക്കെ. അതിൻ്റെ അറ്റ കൂപ്പൺ റേറ്റ് ടു ദി ഇൻവെസ്റ്റർ 8% എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പനിക്ക് 8% കൊടുക്കുള്ളൂ. ബട്ട് മാർക്കറ്റിലുള്ളവർ ആഗ്രഹിക്കുക 9.5% ആണ്. ഇഷ്യൂ എക്സ്പെൻസ് വിൽ ബി ഫോർ എമൗണ്ട് ഓഫ് ദ പ്രൊസീഡ്സ്. ഇപ്പൊ നമ്മൾ അന്ന് കണ്ടിട്ടായിരുന്നു ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യന്. ലൈക്ക് എത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടും ഡിബഞ്ചർ മാർക്കറ്റിലോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കും. ലൈക്ക് ഇഷ്യൂ ചെയ്ത ശേഷമാണ് ഡിബഞ്ചർ ഹോൾഡർ ആവുക. ലൈക്ക് ഡിബഞ്ചർ മേടിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് കിട്ടും ആ ഡിബഞ്ചർ കൊടുക്കുമ്പോൾ? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇപ്പൊ ആദ്യം നമുക്ക് ജസ്റ്റ് ഡാറ്റാസ് ഒക്കെ എഴുതി വെക്കാം. ഫേസ് വാല്യൂ പറഞ്ഞാല് 100 പെർ ഷെയർ ആണ്. കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് എത്ര 8% ആണ്. ബട്ട് എക്സ്പെക്റ്റഡ് yield ബൈ ഇൻവെസ്റ്റേഴ്സ് എത്രയാണ്? 9.5% ആണ്. നമുക്കറിയാം യൂസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് ഡിബഞ്ചർ 10 ആണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഇയർ 1 to ഇയർ 3 ഇയർ 4 ലൈക്ക് എല്ലാ കൊല്ലവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയാണ്? 100ന്റെ 8% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ₹8 ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബട്ട് എന്നാ ഈ ഡിബഞ്ചർ മേടിക്കുന്ന ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതിനും എത്ര? 9.5%. അപ്പോ ഈ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാര് ₹100 തന്നാലല്ലേ അവർക്ക് 100ന്റെ 9.5% ആയിട്ടുള്ള ₹9.5 കൊടുക്കേണ്ടി വരാ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ₹100 തന്നു, ₹9.5 ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ 9.5% ആയി. ബട്ട് ഇവര് ₹100 തരണ്ട. ഇവര് കുറച്ച് എമൗണ്ട് തന്നാ മതി. അപ്പൊ നമുക്ക് കുറച്ച് എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ കുറച്ച് എത്ര എമൗണ്ട്? ആ എത്ര എമൗണ്ട് കണ്ടുപിടിക്കലാണ് എന്ത്? 8 ബൈ 8 ബൈ ഇവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതായത് 9.5%. അപ്പൊ എത്ര കിട്ടും? 8 ബൈ 9.5% വരുമ്പോ ആ മാർക്കറ്റിലുള്ള ആരാണ് ഡിബഞ്ചർ മേടിക്കുന്നത് അയാൾ എനിക്ക് ₹84.21 തന്നാൽ മതി. അപ്പോ നോക്ക്, ഇതിന്റെ മേലെ 9.5% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരാ? ₹8 തന്നെ വരാ. അതാണ് ഞാൻ എല്ലാ കൊല്ലത്തിലും കൊടുക്കുക അല്ലേ? പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ? ഇതുവരെ നമ്മൾ മുന്നേത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൊടുക്കുമ്പോൾ ലൈക്ക് ഓക്കെ ₹8 കൊടുക്കണു. ബട്ട് ഇത് 10 വർഷമുണ്ട്. ലാസ്റ്റ് 10 വർഷത്തിലും ₹8 കൊടുക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു 9.75% റിട്ടേൺ ഉണ്ടാവോ? കാരണം ഇന്നത്തെ ഈ ഇയർ 1ത്തെ ₹8 വാല്യൂ ഉണ്ടായിരിക്കോ ഇയർ 10ല്? ഉണ്ടാവില്ല. അപ്പൊ നോർമലി 9.75%നെക്കാളും കുറവല്ലേയിരിക്കോ? സോറി 9.5 ആട്ടാ. സോറി 75 അല്ല. 9.5%നെക്കാളും കുറവല്ലേയിരിക്കോ ആ ഡിബഞ്ചർ ഹോൾഡർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാല്, ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല്? അപ്പൊ അതിനെ ഓവർകം ചെയ്യാനാണ് എന്ത് പ്രസന്റ് വാല്യൂ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണത്. അപ്പോ പ്രസന്റ് വാല്യൂ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഇയർ 10ല് ആ പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കണം അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോ പ്രസന്റ് വാല്യൂ മെത്തേഡ് പ്രകാരം ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ചെയ്യാതെ ജസ്റ്റ് ലോജിക്കലി ഞാൻ ആദ്യം പറയാം. എന്നിട്ട് ഞാൻ ഇക്വേഷൻ ചെയ്ത് കാട്ടിത്തരാം. ഇയർ പ്രസന്റ് വാല്യൂ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ഇഷ്യൂ പ്രൈസ്, ഇപ്പൊ ഇവിടെ ഇഷ്യൂ പ്രൈസ് 84.21 കണ്ടുപിടിച്ച പോലെ പ്രസന്റ് വാല്യൂ പ്രകാരം എങ്ങനെ ഇഷ്യൂ പ്രൈസ് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഇയർ 1ൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? ₹8 കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാവർക്കും സംശയമില്ല. ഇയർ 1ൽ ₹8 കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ₹8 ഇയർ 1 എൻഡിലാണ് കൊടുക്കുന്നത് അല്ലേ? ഇയർ 1 എൻഡിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇയർ 2 എൻഡിലായാലും ₹8.
ഇയർ 3 എൻഡിലായാലും 8 രൂപയാണ്. ഇങ്ങനെ പോകും. അപ്പോ ഞാൻ ഇനി ഒരു സംഭവം ചെയ്യട്ടെട്ടോ. ഞാനൊരു സൂത്രം കാണിക്കട്ടെ. ഇതിനൊക്കെ ആദ്യം ഞാൻ ഇയർ 1നെ മാത്രം പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരാണ്. ഇയർ 1നെ മാത്രം പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരാണ്. ഇയർ 1നെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 8 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9.75%. എത്ര? 1 ഡിവൈഡഡ് ബൈ 1.0975. 9.5% സോറി. ഇതിപ്പോ 75 വന്ന്. ഓക്കെ. സോറി. 1 ഡിവൈഡ് ബൈ 1.095. 1 ഡിവൈഡ് ബൈ 1.095 ഇൻറ്റു 8 രൂപ. 7.306. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കട്ടാ. 8 രൂപ ഡിബഞ്ചർ ഹോൾഡർക്ക് ഇയർ എൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ 8 രൂപയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇയർ 0ല് ഡിബഞ്ചർ ഹോൾഡർ ഡിബഞ്ചർ ഇഷ്യൂർക്ക് എത്ര കൊടുക്കുള്ളൂ? 7.306. അപ്പൊ ഈ 7.306 ഇപ്പൊ ഞാനാണ് ഡിബഞ്ചർ ഇഷ്യൂവർ, നീയാണ് ഡിബഞ്ചർ ഹോൾഡർ. നീ എനിക്ക് ഇയർ 1ല് 7.306 എമൗണ്ട് തരുന്നു. ഇയർ 0ല് നീ എനിക്ക് 7.306 രൂപ തരുന്നു. നിനക്ക് ഞാൻ ഇയർ 1ല് 8 രൂപ തരുന്നു. അപ്പൊ നിനക്ക് അവിടെ തന്ന എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നീ എത്ര ഇൻട്രസ്റ്റ് ആണ് റേസ് ചെയ്തിട്ടുള്ളത്? 7.306 മൈനസ് 8 ചെയ്തേ 0.6 അത് ഡിവൈഡഡ് ബൈ 7.306 ചെയ്തേ 9.5% വന്നാ? നോക്ക് 7.306 7.8 മൈനസ് 7.306 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്ര? 0.694 അല്ലേ? ബൈ ഇതാണ് നിനക്ക് കിട്ടുന്ന ഇൻകം. 7.306 നീ എനിക്ക് ഇയർ ബിഗിനിങ്ങിൽ തന്നു, അല്ലെങ്കിൽ ഇയർ 0ല് തന്നു. ഞാൻ നിനക്ക് തിരിച്ച് ഇയർ 1 എൻഡില് ഞാൻ ഡിബഞ്ചർ ഇഷ്യൂവർ, നീ ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ മേടിച്ചിട്ട് പൈസ തരുന്ന ആള് നീയാണ്. ഡിബഞ്ചർ നിനക്ക് തന്നിട്ട് പൈസ മേടിക്കുന്ന ആള് ഞാനാണ്. അത് ഓക്കെ അല്ലേ? ആ പൊസിഷൻസ് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 0.694 ഡിവൈഡഡ് ബൈ 7.306 എന്ന് പറയുമ്പോൾ ഇത് എക്സാക്ട്ലി എത്ര വരിക? 9.5% തന്നെ വരിക. അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അതെന്താ ചെയ്യുന്നത് അറിയോ? കാൽക്കുലേറ്ററില് മറ്റേ 7.30 അല്ല 6.79 ആ ഫുള്ള് ചെയ്തതാ. എന്നാലും 9 പോയിന്റ് സംതിങ് അല്ലേ വരുന്നത്. ഭയങ്കര വ്യത്യാസം. 9 സംതിങ് വന്നു. 9.8 അങ്ങണ്ട് വന്നേ. ഓക്കെ. അത് വിഷയമല്ല. ഇനി ഈ 8നെയും നീ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവന്ന് നോക്കുക. വെച്ചാൽ ഇയർ 2 എൻഡില് ഞാൻ നിനക്ക് തരുന്ന 8 റുപ്പീസ് ആണെങ്കിൽ നീ ഇയർ 0ല് എനിക്ക് എത്ര തന്നാൽ മതി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണത്. ഇപ്പോ ഇതൊരു എമൗണ്ട് ഇട്ടാ, അതുപോലെ തന്നെ 8 അതെങ്ങനെ കണ്ടുപിടിക്കുക? 1 ഡിവൈഡഡ് ബൈ 1.095 ഈസ് ഈക്വൽ ടു 0.834 ഇൻറ്റു 8. അപ്പൊ എത്ര? 6.672. 6.6672. 22 ഇല്ല. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 8ഉം 6.672 തമ്മിൽ വ്യത്യാസം 0.32. 1.32. ഏത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്? എങ്ങനെ 8, 7, 1 രൂപ എന്തായാലും വ്യത്യാസം വരില്ലോ. 8 6.672 മൈനസ് 8 1.32. ഓക്കെ. ഇതേ ഡിവൈഡഡ് ബൈ 6.672 ചെയ്തേ. കാരണം എടാ ഇങ്ങനെ ആലോചിക്കണം. ഇയർ 0ല് നീ എനിക്ക് 6.672 തരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ എത്ര തരുന്നത്? ഈ 6.672ന് കറസ്പോണ്ടിങ് ആയിട്ട് 8 രൂപ തരുന്നത്. അപ്പൊ നീ അവിടെ ഉണ്ടാക്കുന്ന 1.328 പറഞ്ഞാൽ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഓക്കെ. 1.328 ബൈ 6.72 ചെയ്യുമ്പോൾ 672 ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് വരുന്നത്? 19.903%. അത് 2 ഇയറിന്റെ ഇൻട്രസ്റ്റ് ആണ്. ബൈ 2 വന്ന് ഇപ്പൊ ഫോർ ദ ടൈമിംഗ് 2/2 അടിച്ച് നോക്കി നോക്ക്. 9.95% അല്ലേ വരുന്നത്?
ഉം. അപ്പൊ നോക്ക് വേണ്ടേ. അപ്പൊ ഇവിടെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. കാരണം നീ എനിക്ക് തരുന്നത് 6.72 6.672 എന്നാ അതിന്ന് കറസ്പോണ്ടിങ് 9.5% ഇൻട്രസ്റ്റ് റേസ് ചെയ്തിട്ടാണ് രൂപ ₹8 തരുന്നത് നിനക്ക്. അപ്പൊ നിന്റെ ഇപ്പൊ ഇവിടത്തെ പോലത്തെ ആ പ്രശ്നം ഇവിടെ ഇല്ല. രൂപയുടെ വാല്യൂ തന്നെ ഇവിടെ ഇല്ലല്ലോ. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇല്ലല്ലോ. ഞാൻ ഇനി ഇത്തിരി നമുക്ക് ഇത്തിരി ഓവറായിട്ട് എടുക്കാം. എന്ന് വെച്ചുകഴിഞ്ഞാല് ലാസ്റ്റ് ഇയർ 10 എടുക്കാം. ഇയർ 10ലും നീ എനിക്ക് രൂപ തരുള്ളൂ. പക്ഷെ ഈ കറസ്പോണ്ടിങ് രൂപയുടെ എത്ര നിനക്ക് ഞാൻ പ്രസന്റ് വാല്യൂ തരത്തുള്ളൂ? അത് എത്ര എമൗണ്ട് ഒന്ന് പറഞ്ഞേ? ഒരു മിനിറ്റ്. ആ. 3.22 3.22 നീ 4. എനിക്ക് ഓക്കെ. നീ എനിക്ക് ഇയർ 0ല് 3.224 തരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇയർ 10ൽ നിനക്ക് ഞാൻ രൂപ ഇൻട്രസ്റ്റ് തരുന്നു. ഇവിടെ എത്ര ഡിഫറൻസ്? 4.776. ഇതെത്ര കൊല്ലത്തെ ഇൻട്രസ്റ്റ് ആണ്? അല്ല എമൗണ്ട് അപ്പോൾ ആണ്? 10 കൊല്ലത്തെ. പക്ഷെ ഇവിടെ നമുക്കറിയാം 9.5% ആണ് ഓരോ ഇയറിലും നീ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അല്ലേ? ആ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഓരോ കൊല്ലത്തിലും 9.5% കൂട്ടിയിട്ടാണോ 3.22ന്ന് 8ലേക്ക് എത്തുന്നത് ന്ന്? ആ. എങ്ങനെ ഉം. നോക്കാൻ പറ്റാ? മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്ത പോലെ ഇത് പ്രസന്റ് വാല്യൂ അല്ലേ 3.224 എന്ന് പറഞ്ഞാല്? ആ. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു സോറി ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞാ 8 അല്ലേ? ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് 8. വാല്യൂ 3.224 ഇൻടു 1 പ്ലസ് 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹോൾ റേസ് ടു n ൽ എത്ര കൊടുക്കുക? 10. സോറി 10 10. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോ 6 എത്ര വരുന്നത് നോക്കി നോക്ക് നീ. അതായിരിക്കുമല്ലോ ഓരോ കൊല്ലത്തില് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ആ. ഒന്ന് സോൾവ് ചെയ്തേ. എന്തായാലും 9.5 വരത്തുള്ളൂ. സോറി 9.95 സോറി 9.5 തന്നെ. ഒന്ന് സോൾവ് ചെയ്തേ. സമയത്ത് സോൾവ് ചെയ്യ്. ആ? ഒരു മിനിറ്റ്. ഓക്കെ. റൂട്ട് സോൾവ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. മറ്റേ റൂട്ട് ചെയ്യുന്നതില്ലേ? ഉം. അത് ഇൻറ്റു ഈക്വൽ ടു എത്ര പ്രാവശ്യമായിരുന്നു ചെയ്യണ്ടേ? അത് നമുക്ക് ഒന്നെങ്കിൽ 12 ചെയ്യാം അല്ലെങ്കിൽ 15 ചെയ്യാം. ഞാൻ 15 ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 15 ചെയ്യാറ്. 12 ചെയ്താലും ശരി തന്നെയാണ്. 15 ചെയ്തോ. ഓക്കെ. സ്റ്റെപ്പ് അറിയില്ലേ? ഫസ്റ്റ് ആദ്യം -1. ടൈപ്പ് കാൽക്കുലേറ്റർ എമൗണ്ട്. പിന്നെ പ്രസ് മൈനസ് റൂട്ട് നമ്പർ 15 ടൈംസ് -1 ഡിവൈഡഡ് ബൈ റൂട്ട് 15 വട്ടം അടിക്കലാട്ടാ. ഡിവൈഡഡ് ബൈ എന്താ? ഇവിടെ ജസ്റ്റ് റൂട്ട് മാത്രം അടിച്ചാൽ മതി. ഇവിടെ ഡിവൈഡ് ബൈ എന്താ? റൂട്ട് നമ്പർ അല്ലേ? 10 ഇല്ലേ? അതന്നെ. ദാറ്റ് മീൻസ് 10 പ്ലസ് 1 ഇൻറ്റു ഈസ് ഈക്വൽ ടു 15 വട്ടം. ഒന്നെങ്കിൽ ഇവിടെ 12 യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെയും 12 യൂസ് ചെയ്യണം. അല്ലെങ്കിൽ 15 തന്നെ യൂസ് ചെയ്യാം. എന്തായാലും ഇത്ര സെയിം ആയിരിക്കും. ഓക്കെ.
എനിക്ക് ഉം. 1.095 ആ. അത് കാട്ടി കൊണ്ടോയി കളാ. അപ്പൊ ഇതില് 2.481 ആദ്യം കാൽക്കുലേറ്റർ അടിക്കുക. 15 റൂട്ട് അടിക്കാൻ പോകട്ടാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 -1. -1 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 1 1 2 3 4 5 6 8 9 10 11 12 13 14 15 എനിക്ക് ക്ലിയർ ഒന്നുമല്ലോ. -1 പിന്നെ ലൈക്ക് 1.095 സംതിങ് വരും. അതിന്റെ 1.095 ഇത്ര വന്നു. പിന്നെ 1 പ്ലസ് 6 ഇവിടെ ഉണ്ട്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 0.095 ആവും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 9.5%. എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തതിന്റെ തെറ്റായിരിക്കും. തെറ്റ് തന്നെയാണ്. ഉം. കാരണം എനിക്കത് കിട്ടി. അപ്പൊ ഇവിടെ നോക്കടാ, ഇത് എന്ത് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഓരോ ഇയറിലും ഇൻക്രീസ് ആവുന്ന റേറ്റ് 9.5 ആണ്. ജസ്റ്റ് നോക്കി നോക്ക്. 3.224 3.224 10 പ്രാവശ്യം 9.5% ആഡ് ചെയ്ത് എക്സാക്ട് 8 വരും. റൗണ്ട് ഓഫ് ഫിഗറിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. നോക്കിയേ, 3.224 പ്ലസ് 9.5%. 1 2 3 3 റെഡിയില്ല. 3.224 പ്ലസ് 9.5%. 1 2 3 4 5 6 7 8 9 10 7.9898 എന്ന് വെച്ചാൽ 8 തന്നെ വന്നത് അല്ലേ? ആ അപ്പൊ ഇതെന്ത് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് 8 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 8 രൂപ തന്നെ കൊടുത്താൽ മതി. ബട്ട് ആ 9.5% റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് നീ എനിക്ക് എമൗണ്ട് ഇയർ ബിഗിനിങ്ങിൽ തരത്തുള്ളൂ. ഇപ്പൊ നീ എനിക്ക് 8 രൂപ നിനക്ക് ഞാൻ ഇയർ 1 എൻഡിൽ തരും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 9.75% റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് നീ എനിക്ക് തരത്തുള്ളൂ. ഇയർ 2 എൻഡിൽ 8 റുപ്പീസ് നിനക്ക് ഞാൻ തരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നീ എനിക്ക് എന്താണ് ഇയർ ബിഗിനിങ്ങിൽ തരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇയർ 8 വരെ ഞാനൊരു എമൗണ്ട് കണ്ടുപിടിച്ചു ഇല്ലേ? സോറി, ലൈക്ക് പ്രസന്റ് ഒരു നീ ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു ഇല്ലേ? ഉം. ഇനി അതിന് പുറമെ ഇയർ 10 നിനക്ക് ഞാൻ 100 റുപ്പീസും തരത്തില്ലേ? തരത്തില്ലടാ. എടാ, ഇൻട്രസ്റ്റ് വന്ന് തന്നാ മതി. പ്രിൻസിപ്പൽ റീപേയ്മെന്റും തരണ്ടേ? തരണം. അല്ല നമ്മള് 100 ആ 100 ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നീ എനിക്ക് എത്ര എമൗണ്ട് തന്നാലും അതിന്റെ റിട്ടേൺ നിനക്ക് എത്ര വേണം? 75 9.5% വേണം. അപ്പൊ ഇവിടെയും ഈ 100ന് നമ്മള് എന്ത് ചെയ്യും? പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരും. അപ്പൊ എത്ര വരാ എമൗണ്ട്? 100 into 0.834 83.4 അല്ലേ? മിനിറ്റ്, എത്ര വന്നത്? 83.4. ഹലോ, ഇത് 83 ഏതാണ് എങ്ങനെ വരിക? ഇതിനകത്ത്? എങ്ങനെ 83 അല്ല, വരിക? ഞാൻ ഇയർ 10. ചോദിക്കട്ടെ, ആ, ഇയർ 10 ഡിസ്കൗണ്ടിങ് ഫാക്ടർ 0.834 ആണോ 0.4? 0.403. ആ അല്ലാ, അതല്ല, ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ വിചാരിച്ചത് ഞാൻ 10 ഇയറിലെ 3.834 ആണോ വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കണം. എന്തിനാ കാൽക്കുലേറ്റർ? എന്തിനാ പൊട്ടനാ കാൽക്കുലേറ്റർ? അപ്പൊ അല്ല, ചോദിക്കില്ല. ഞാൻ ഓൾറെഡി ചെയ്തില്ലേ, ലൈക്ക് കഴിഞ്ഞ 10. അപ്പൊ ഞാൻ അവിടെ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 എഴുതി വെച്ചേക്കുന്നത് ഏതാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ആ, ഓക്കെ. 0.3 സംതിങ് വരുന്നത്. അപ്പൊ എത്ര? 40.35 വരുന്നത്. 40.3. അപ്പൊ നോക്കടാ, ഞാൻ ഓരോ ഇയർ എൻഡിലും നിനക്ക് തരുന്ന എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഇൻഡയറക്ട്ലി എമൗണ്ടുകൾ അല്ലേ? ഉം. അപ്പൊ ഈ എമൗണ്ടുകൾ കൂട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാല്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര എമൗണ്ട് നീ എനിക്ക് തരത്തുള്ളൂ. ബട്ട് എന്നാൽ എല്ലാ ഇയർ എൻഡിലും ഞാൻ 8 രൂപ തരും ചെയ്യും. അതെന്റെ ഈ 100 റുപ്പീസ് തരും ചെയ്യും. അപ്പൊ ഇൻഡയറക്ട്ലി അയാൾ എത്ര ജനറേറ്റ് ചെയ്യും റിട്ടേൺ? ഓരോ പ്രസന്റ് വാല്യൂ ഇല്ല. 9%. ഏഹ് അല്ല, എല്ലാ പ്രസന്റ് വാല്യൂ ഇല്ല ആള് ജനറേറ്റ് ചെയ്യുന്നേ. എടാ, ആ ഒന്നൂടി പറഞ്ഞ, ഇപ്പൊ എന്താ പറഞ്ഞ? ഒന്നൂടി പറഞ്ഞേ. അല്ല, എത്രയാ അയാള് ജനറേറ്റ് ചെയ്യാന്നല്ലേ ചോദിച്ചേ. അയാൾ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയായിരിക്കും? ലൈക്ക്
എല്ലാ പ്രസൻറ്സ് 1 തൊട്ട് 10 വരെയുള്ള എല്ലാ പ്രസന്റ് വാല്യൂ ആഡ് അല്ലടാ, ചെയ്താ 9.75% ആയിരിക്കില്ലേ അയാള് ആ. ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 10. ആ. നോക്കുക, 8 രൂപ ഞാൻ അയാൾക്ക് ഇയർ 1 കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് 7.306 തന്നിട്ടുള്ളോ കറസ്പോണ്ടിങ് അല്ലേ? കാരണം ഇതിന്റെ ഉം. സമ്മല്ലേ അയാൾ എനിക്ക് ഇഷ്യൂ പ്രൈസ് ആയിട്ട് തരാ. ഉം. ഇപ്പൊ ഇയർ 2 ഞാൻ 8 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 6.672 അയാൾ എനിക്ക് തന്നിട്ടുള്ളോ. ഉം. അപ്പൊ ഇവിടെ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്ത്? 9.5%. സോറി, 9.5. അതുപോലെ തന്നെയല്ലേ എല്ലാ എമൗണ്ടിലും 9.5 തന്നെയല്ലേ ഇയാള് ജനറേറ്റ് ആ. ചെയ്യുന്ന റിട്ടേൺ. അങ്ങനെ ഉം. പ്രസന്റ് വാല്യൂ കൺവേർട്ട് ചെയ്ത എമൗണ്ട് അല്ലേ അയാൾ എനിക്ക് ഇഷ്യൂ പ്രൈസ് ആയിട്ട് തരുന്നത്. ആണ്. അല്ലാതെ അപ്പൊ ഇതിന്റെ മേലെ 9.5% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ലൈക്ക് എക്സാക്റ്റ് എമൗണ്ട് കിട്ടത്തല്ല. നമ്മള് ഓരോന്നിന്റെ ഇൻഡിവിജ്വലി അതാണ് നമ്മൾ അന്ന് ആകാശം അങ്ങനെ ചെയ്തിട്ട് ചോദിച്ചില്ലേ എന്തങ്ങനെ ആ. വരാത്തെന്നുള്ള രീതിയില്. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഞാൻ നിനക്ക് ഓരോ ഇയർ എൻഡിൽ തരാൻ പോകുന്ന എമൗണ്ട് എത്രയെന്ന് നോക്കും. അതിനെ 9.5% വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ആ എമൗണ്ട്, ആ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് ആണ് അയാൾ എനിക്ക് തരത്തുള്ളൂ. നീ ഉം. എനിക്ക് തരത്തുള്ളൂ. അപ്പൊ ഇൻഡയറക്ട്ലി 7.306 രൂപ നീ എനിക്ക് ഇയർ 0 തരുന്നു. 8 രൂപ ഞാൻ നിനക്ക് തരുന്നു പറയുമ്പോൾ നീ ഓട്ടോമാറ്റിക്കലി പെർ ഇയർ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു? 9.5%. അതന്നെയല്ലേ ക്വസ്റ്റ്യനിൽ ആഗ്രഹിക്കുന്നതും. ആ. എന്നാ നീ എനിക്ക് ഇയർ 0 6.672 തരുന്നു. അതിന് കറസ്പോണ്ടിങ് ഇയർ 2 എൻഡിലെ 8 റുപ്പീസ് തരുന്നു. അപ്പൊ നീ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു പെർ ഇയർ അവിടെ? അപ്പൊ 9.5%. അതുപോലെ തന്നെ ഇത് ഇയർ 3ലും ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു എമൗണ്ട് വരും. ഉം. അങ്ങനെ ഇയർ 10 വരെ കൺവേർട്ട് ചെയ്ത ഒരു എമൗണ്ട് വരും. അതാണ് 3.224 അല്ലേ? ഉം. അതുപോലെ തന്നെ 100ഉം അങ്ങനെ കൊടുത്തു. അപ്പൊ ഇത് ടോട്ടൽ അല്ലേ? ഈ ടോട്ടലാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് ആർക്ക് തരുള്ളൂ. ഇതിന്റെ ഇടയിലും വേറെ എമൗണ്ടുകൾ വരും ട്ടോ. അത് ആ. മനസ്സിലാകുന്നില്ലേ? അത് നമ്മള് ഡിബെഞ്ചർ ഫുൾ എഴുതുന്നില്ല. ഹോൾഡറിന് കമ്പനി കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ ഇതാണ് ലോജിക്ക്. ഇതിനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്താൽ മതി? എല്ലാ ഇയറിലും ഈ 8 റുപ്പീസ് അല്ലേ കൊടുക്കുന്നത്. ഉം. അപ്പൊ നമുക്ക് ഇയർ 1 തൊട്ട് ഇയർ 10 വരെയുള്ള ആന്വിറ്റി ഫാക്ടർ എടുത്തൂടെ? മതി. അതെത്ര? 1/1.095. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര പോയിന്റ്? ഇത് ഇയർ എൻഡ് ഫാക്ടർ നമുക്ക് വേണം. കാരണം ഈ 100നും കൊടുക്കണ്ടേ? ആ. അപ്പൊ ഇവിടെ 0.404ഉം ഉം. ആന്വിറ്റി ഫാക്ടർ എത്രയാ? 6.27 വരാ അല്ലേ? അപ്പൊ ഇതേ ഇൻറ്റു 8ഉം 6.2. ഇതേ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതല്ലേ പ്രസന്റ് വാല്യൂ ഓഫ് ഡിബെഞ്ചർ പറഞ്ഞാല്. ഉം. ഇൻഡയറക്റ്റ്ലി അയാൾ എനിക്ക് തരുന്ന എമൗണ്ട് ആണ്. 50.23 പ്ലസ് Yes. 0 40.4 എത്ര വരുന്നത്? 90.63. 90.58. എന്തത് റൗണ്ടിങ് ഡിഫറൻസ് ആണോ? പക്ഷെ അന്ന് നമുക്ക് പക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. 90.63 ഇത്തിരി കൂടി അടുത്ത് ഇതിനായിട്ടാണ്. ബട്ട് എന്നാലും ഈ 6.279 ആയിരുന്നു അത് ആന്വിറ്റി ഫാക്ടറിയിലെ 1/1.095. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 6.27. ഇവിടെ ആന്വിറ്റി ഫാക്ടർ തന്നിട്ടൊന്നുമില്ലല്ലോ ക്വസ്റ്റ്യനില്. അടിയിലുണ്ടാവും അത്രേ ഉള്ളൂ. എനിക്ക് 90.5 കിട്ടിയത്. അങ്ങനെ എന്തെടുത്തപ്പോ? ലൈക്ക് ചെറിയ റൗണ്ടിങ്. അത് ഞാൻ 278 എടുത്തത്. ഓക്കെ. അപ്പൊ അത് അല്ല, നമുക്ക് എടുത്തു വരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് മാർക്ക് കൊടുക്കുക. ഐ മീൻ സെലക്ട് ചെയ്യാം. അല്ല, ഇവിടെ 95 ആണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇത് തന്നെ എടുക്കുള്ളൂ. 90 വന്നത് ഇതല്ലേ, ഇപ്പൊ വിഷയമില്ല. അപ്പൊ ഇതാ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു ഒറ്റ സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അന്ന് ആകാശ് പറഞ്ഞ പോലെ അങ്ങനെ ഒറ്റ എമൗണ്ടിൽ 9.5% അടിച്ചു കഴിഞ്ഞാൽ 8 വരത്തില്ല. നമ്മൾ ഇൻഡിവിജ്വലി ആണ് എല്ലാത്തിനും കൺവേർട്ട് ചെയ്ത് അതിന്റെ ടോട്ടൽ വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അപ്രോക്സിമേഷൻ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷനെ റിമൂവ് ചെയ്യാനാണ് ഈ പ്രസന്റ് വാല്യൂ മെത്തേഡ് അല്ലേ? ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല 8 രൂപ ഇയർ 1 കിട്ടുന്നതും ഇയർ 10 കിട്ടുന്ന 8 രൂപ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് തരുന്നുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 7.3 തരുന്നുണ്ടെങ്കിൽ
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെറും 3.22 തരുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് പണപ്പെരുപ്പത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലേഷന്റെ ഒരു പ്രശ്നം വരത്തില്ല. എത്ര എമൗണ്ട് തരണോ അതിന് കറസ്പോണ്ടിങ് 9.5% റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഉം. ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുണ്ടാ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അത്രന്നെ ഉള്ളോ? ഇനി MIRRന്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നമ്മൾ ശരി പറ്റില്ല. അത് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി ചെയ്താൽ മതി. അത് ചെയ്യാം. ചെയ്യാം. ഓക്കെ. അതിന് മുന്നേ എനിക്ക് വേറൊരു സംഭവം പറയണം. റീഇൻവെസ്റ്റ്മെന്റ് അസംപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതൊന്ന് പെട്ടെന്ന് പറയാം. അതറിയോ റീഇൻവെസ്റ്റ്മെന്റ് അസംപ്ഷൻ എന്താന്ന്? അത് മൗനം. ആ? ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് നമ്മള് കിട്ടുന്ന ലൈക്ക് ഇൻഫ്ലോ തന്നെ നമ്മൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ലൈക്ക് അതെ, പിന്നുള്ള അതെ. കേസിലോട്ട്. അതിന്റെ നമ്മൾ ഈ IRR കണ്ടുപിടിക്കും. നമ്മള് ഈ ഒരു സംഭവം അറിയോ? നമ്മള് ഏത് റേറ്റിലാണോ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആ റേറ്റിൽ തന്നെയാണ് റീഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു ഇംപ്ലൈഡ് അസംപ്ഷൻ ആണ്. അത് കേട്ടിട്ടുണ്ടോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഞാനൊരു പ്രൂഫ് കാട്ടിത്തരാം. ഇപ്പോ ജസ്റ്റ് ഒരു റാൻഡം എമൗണ്ട് എടുക്കുക. ഇയർ 1 ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇയർ 1 നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു 50,000ഉം ഇയർ 2 കിട്ടുന്ന എമൗണ്ട് ഒരു 60,000 വിചാരിക്കുക. 2 ഇയർ ഓഫ് പ്രൊജക്റ്റ് ഉള്ളോ? ഈ 2 ക്യാഷ് ഫ്ലോസ് ആണ് കിട്ടുന്നത്. ഇത് ഓക്കെ അല്ലേ? ഉം. അപ്പോ നമ്മളൊരു 10%ലാണ് ഡിസ്കൗണ്ടിങ് റേറ്റ് വിചാരിക്കുക. അല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% വിചാരിക്കുക. മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇവിടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കമ്പനിയുടെ മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഈ ഒരു ക്ലയന്റ് കിട്ടിയില്ലെങ്കിലും ലൈക്ക് ഈ ക്ലയന്റ് തരുന്നത് എത്ര? ഇയർ 1 50,000 രൂപയും ഇയർ 2 60,000. 60,000. അപ്പൊ ഈ കമ്പനിയുടെ 10% ആണ് മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഈ ക്ലയന്റ് വന്നില്ലെങ്കിലും കമ്പനിക്ക് വേറെ 10% റൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ? ഉം. അപ്പോ ഇവിടെ ഞാന് മിനിമം 10% ആണ് കമ്പനി എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ നോർമൽ ഡിസ്കൗണ്ട് ചെയ്യുക അല്ലേ? ഉം. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇത് പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാ. പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ എത്രയാണ് വരിക? 50,000ന് പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ എത്രയാണ് വരിക? 10%. അല്ല 1.9 0.909 into 50,000. 45,455. 45. ആ. അതുപോലെ തന്നെ ഇവിടെ 0.826 വരും. 49,560 അല്ലേ? ടോട്ടല് 45,455. 95,015. ഇത് പ്രസന്റ് വാല്യൂ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇയർ 1 എൻഡിലും ഇയർ 2 എൻഡിലും കിട്ടുന്ന എമൗണ്ടിനെ ഇന്നത്തെ രണ്ടിനും കൂട്ടിയിട്ട് ഇന്നത്തെ വാല്യൂ എത്രയാണ് വരുന്നത്? 95. 015. ഇതിനെ ഞാൻ ഇനി ഇയർ 2 കൊണ്ടുപോകാൻ പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ വരിക? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 2 എങ്ങനെയാ? എന്തിനാന്നാ? അല്ല ഇത് ലൈക്ക് ഇയർ 2 എന്ത് സംഭവിക്കും മനസ്സിലായില്ല. ഇയർ ഇതിപ്പോ ഇയർ 0 വാല്യൂ അല്ലേ? ആ. ഇനി ഇതിനെ ഞാൻ ഇയർ 0 പറയുമ്പോൾ ഇവിടെയാണ് വരിക. ഇയർ 0ൽ നിന്ന് ഇയർ 2 ഞാൻ ഈ 95,015നെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 95,015 പ്ലസ് 10% പ്ലസ് 10% അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റത് ചെയ്താ പോരെ? മറ്റേ ചെയ്താൽ മതി. ഒരു മിനിറ്റ് ഞാനൊരു സംഭവം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. 1,49,68 അല്ലേ? ഇനി ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കാം, മാറ്റി വെക്കാം. മറ്റേ കുക്കിംഗ് ചാനൽ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. ഇനി ഞാന് ഇത് ഒബ്വിയസ്ലി നമുക്ക് ഒരു ക്ലയന്റിൽ നിന്ന് 50,000 രൂപ കിട്ടി ഇയർ 1. ഞാനിതിന്റെ അലമാറിൽ എടുത്ത് വെക്കോ? ഇല്ല. എവിടെ എടുത്ത് വെക്കും? ഡ്രോയറില്. ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോ എപ്പോഴും ഞാൻ എന്റെ മണിയെ ഡബിൾ ആക്കാനാ നോക്കുക. എനിക്ക് ഈ ക്ലയന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ 10% ആണോ? ഈ ക്ലയന്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ 10% ആണോ? അല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതറിയില്ല. അപ്പോ ഈ 50,000 രൂപ ഇയർ 1 കിട്ടുമ്പോൾ ഞാൻ ലൈക്ക് എവിടെയെങ്കിലും FD എന്തെങ്കിലും ഇടും. മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും ഇടും. എനിക്ക് ഇടുന്നത് എപ്പോഴും 10% ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഉണ്ട് മാർക്കറ്റില്. ഇല്ലേ? ഉണ്ട്. അത് FD മ്യൂച്വൽ ഫണ്ട് എന്താവാം. അപ്പൊ ഞാൻ ആ ഒരു റേറ്റിലല്ലേ റീഇൻവെസ്റ്റ് ചെയ്യാ.
അപ്പോ ഇവിടെ 50,000 റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് നമ്മൾ ഫോർ ദ പീരിയഡ് ഓഫ് പ്രൊജക്റ്റിനാണ് കണ്ടുപിടിക്കുക. നമ്മൾ ഇയർ 1 എൻഡിൽ എനിക്കൊരു എമൗണ്ട് കിട്ടുമ്പോൾ പീരിയഡ് ഓഫ് പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇനി എത്ര ഇയർ ആണ് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്? 1 ഇയർ 2 അല്ലേ? പീരിയഡ്. ഇയർ 1 എൻഡിൽ എനിക്ക് ആ 50,000 ഇയർ 1 കിട്ടുമ്പോൾ 2 ഇയർ 0 ഇയർ 1 1 ഇയർ 2 0 ഐ മീൻ 1. ഓക്കെ. അപ്പോൾ ഇയർ 1 എൻഡിൽ ഞാൻ 50,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇയർ 2 എൻഡിൽ എനിക്ക് എത്ര എമൗണ്ട് ആവും? 50,000 ഇൻറ്റു 50,000 പ്ലസ് അല്ല പ്ലസ് 10% 55,000. ആ അതെങ്ങനെ വന്നത്? 50,000 ഇൻറ്റു 1.1 അല്ലേ? ആ അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. കാരണം പ്രൊജക്റ്റ് കഴിഞ്ഞു. അപ്പൊ 60,000 60,000 ഇൻറ്റു 1 60,000 വരാ വാല്യൂ അല്ലേ? ഈ ഇയർ 2 എൻഡിലത്തെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1,15,000. 1,15,000. ശരിക്കും ഇവിടെ 1,50,000 ആണ് വരുന്നത്. അത് റൗണ്ടിങ് ഓഫിന്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. ലൈക്ക് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇതിനെ നീ പ്രസന്റ് വാല്യൂലോട്ടൊന്ന് കൊണ്ടുപോയേ. ഇതിപ്പോ ഇയർ 2 എൻഡിലത്തെ വാല്യൂ. ഇതിനെ നീ പ്രസന്റ് വാല്യൂ ആയ ഇയർ 0 കൊണ്ടുവരുമ്പോഴും എക്സാക്ട്ലി 95,015 ഏകദേശം വരും. ഇതിനെ പ്രസന്റ് വാല്യൂ എങ്ങനെ കൊണ്ടുവരാ? ഇതിപ്പോ ഇയർ 2 എൻഡിലത്തെ വാല്യൂ ആണ്. ഇയർ 2 എൻഡിലത്തെ ഏതൊരു വാല്യൂവിനെയും പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാൻ ഇൻറ്റു 0.826 അടിച്ചാൽ പോരെ? മതി എനിക്ക് 94,990. ആ അത് വെച്ചാല് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് റൗണ്ടിങ് ഓഫിന്റെ ഒരു വിഷയം കൊണ്ടാ. 95,000 94,990 വലിയ വ്യത്യാസം ഉണ്ടാ? ഇല്ല അതിന് ഇല്ല, അതാ റൗണ്ടിങ് ഓഫിന്റെ വ്യത്യാസമാണ്. ഫുൾ ഡെസിമൽ എടുത്തിട്ട് ഒഴിവ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കി എക്സാക്ട്ലി ഈ എമൗണ്ട് തന്നെ വരും. നമുക്കിപ്പോ എന്തായാലും 95,015 വരാം. അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് പെർസെന്റേജിലാണോ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ ഒരു ഇംപ്ലോയിഡ് അസംഷൻ ജനറേറ്റ് ആവണേ. എന്ത്? ഈ ഡിസ്കൗണ്ടിങ് റേറ്റിൽ തന്നെ ഇത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. അതിന്റെ പ്രൂഫാണ് ഞാൻ 10% ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഈ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചറിലോട്ട് കൊണ്ടുവരുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനായിട്ട് മാച്ചിങ് ആവണത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ ഫ്യൂച്ചറിൽ റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട വാല്യൂവിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇതിനായിട്ട് മാച്ച് ആവണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എത്രയാണ് വരാ വാല്യൂ? ഇയർ 2 എൻഡില് 50,000 60,000 തന്നെ വരാ അല്ലേ? കാരണം റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ 50,000 പ്ലസ് 60,000 1,00,000 എത്ര? 10,000 അല്ലേ? അല്ല അല്ല സോറി 1,00,000 അല്ല 1,10,000 അല്ലേ? റീഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 50,000 പ്ലസ് 60,000 10,000 അല്ലേ വരാ? പക്ഷെ ഇതിനെ ഞാൻ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രസന്റ് വാല്യൂ എമൗണ്ട് ആയിട്ട് മാച്ചിങ് ആവുന്നുണ്ടാ? ഈ 95,115 എന്നാൽ റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട എമൗണ്ടിനായിട്ട് കൊണ്ടുവരുമ്പോൾ മാച്ചിങ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഇംപ്ലോയിഡ് അസംഷൻ ആണ്. ഒരു അത് അങ്ങനെയാണ്. എന്ത്? നമ്മൾ ഏത് ഡിസ്കൗണ്ടിങ് റേറ്റിലാണോ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആ സെയിം ഡിസ്കൗണ്ടിങ് റേറ്റിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻ അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. അതിന്റെ പ്രൂഫാണ് എന്ത്? നമ്മൾ ഈ റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോഴാണ് പ്രസന്റ് വാല്യൂനായിട്ട് മാച്ച് ആവണല്ലോ. അപ്പൊ അവിടെ ഒരു ഇപ്പോ ഇതിലൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ജനറൽ നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അറ്റ് വാട്ട് എവർ റേറ്റ് വി ആർ ഡിസ്കൗണ്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് അതാ ഡിസ്കൗണ്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ ഇംപ്ലൈഡ് അസംഷൻ ഈസ് generating. That means cash flows gets reinvested for the project life at the same discounting rate. ഏതൊരു ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തോ ആ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്ന പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺലി മാച്ചിങ് വിത്ത് റീഇൻവെസ്റ്റഡ് എമൗണ്ട് അല്ലേ? റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിട്ട് മാച്ചിങ് ആവത്തുള്ളൂ. അല്ലാതെ ഇതിനായിട്ടല്ല മാച്ചിങ് ആവാ.
ഇതിനായിട്ടാണ് ഉം. മാച്ചിങ് ആവണെന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്ലോയിഡ് ആയിട്ട് ഈ റീഇൻവെസ്റ്റിംഗ് നടക്കുന്നുണ്ട്ന്നല്ലേ? ഉം. ഇവിടെ 1 വരെയുള്ളോ? അത് ബ്രാക്കറ്റാ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായാ? മനസ്സിലായി. ഇപ്പൊ ഉണ്ടല്ലോ ഈ 95,000 ഞാൻ ഫ്യൂച്ചർ വാല്യൂട്ട് കൊണ്ടുവരുമ്പോ ഇതിനായിട്ടാണ് മാച്ചിങ് ആവണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നാണോ? എന്തുവാ? ഇപ്പൊ 95,015 ഇത് പ്രസന്റ് ഉം. വാല്യൂ അല്ലേ? ഇയർ 0ത്തെ വാല്യൂ അല്ലേ? ആ. ഇതിനെ ഞാൻ ഇയർ 2 എൻഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിനായിട്ടാണ് മാച്ചിങ് ആവണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നാണോ? അല്ല. എന്നാ ഇതിനായിട്ട് മാച്ചിങ് ആവുന്നുണ്ട്. എന്നാ ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അല്ലേ? ആ. അപ്പൊ അവിടെ ഇംപ്ലോയിഡ് അല്ലേ? നമ്മൾ ആ. ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നോ ആ റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ആ. ഇവിടെ ഇപ്പോ 10% ആണ് കമ്പനിയുടെ മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റിൽ കമ്പനിക്ക് 10% ആണ് കിട്ടാനുള്ളത് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. കാരണം അവർക്ക് ശരിക്കും റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള റേറ്റ് 10% ആണ് വരുന്നത് അല്ലേ? ഉം. ഇവിടെ അതെന്റെ ഈ ഒരു സംഭവം ഞാൻ പറയുമ്പോ ഓക്കെ ആണോ അല്ലയോ എന്ന് പറയണം എനിക്ക്. നമ്മൾ ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നോ ആ സെയിം റേറ്റിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഉം. അതൊരു ഇംപ്ലോയിഡ് അസംപ്ഷൻ ആണ്. അത് പ്രൂവ് ചെയ്യാനാണ് ഈ പ്രോബ്ലം ചെയ്തത്. യെസ് ഓർ നോ? അത് ആദ്യം ഓക്കെ പറ. ആ, മനസ്സിലായത്. ഓക്കെ. അത് മനസ്സിൽ വെക്കട്ടെ. എന്നാലാണ് MIRR മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ IRR എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും റേറ്റ് എടുക്കും. ആ. അതിന്റെ ഇടയിലത്തെ ഒരെണ്ണം then ഇരിക്കും അല്ലേ? ഉം. പക്ഷെ IRRനെ 2 റേറ്റ് എടുക്കുമ്പോൾ ഉം. ഏഹ് നമ്മള് ഇപ്പൊ കമ്പനിയുടെ മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഒരു 10% തന്നെന്നുണ്ടെങ്കിൽ നമ്മൾ 10% അല്ലേ എടുക്കുക. ഏതെങ്കിലും ഒരു ട്രയൽ എൻഡറിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് എടുക്കുക അല്ലേ? ആ. പക്ഷെ ആ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഡിസ്കൗണ്ടിങ് റേറ്റ് അല്ലേ? ആണ്. പക്ഷെ അതാണോ ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ശരിക്കുള്ള റിട്ടേൺ? അല്ല. അല്ല. അപ്പൊ അവിടെ ഒരു ഫാൾട്ടി അസംപ്ഷൻ വരുന്നില്ലേ? റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് റോങ് റേറ്റിലാന്നുള്ളത്. ശരിക്കും അത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നീ എന്റെ ക്ലാസ് മേടിക്കുക വിചാരിക്ക്. ഏഹ് ഉം. ഇപ്പൊ എനിക്കൊരു 20% റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ റിട്ടേൺ ഉം. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുക. എനിക്ക് നിന്റെ അടുത്ത് വീണ്ടും ക്ലാസ് മേടിക്കാൻ പറയാൻ പറ്റുമോ? വീണ്ടും ആ 20% റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല. ഇല്ല. അപ്പൊ അതുപോലെ IRRൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ IRR കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് ഡിസ്കൗണ്ടിങ് റേറ്റ് യൂസ് ചെയ്യുന്നോ ആ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു അസംപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഉം. ട്രയൽ ആൻഡ് എറർ പ്രകാരം ഡിഫറന്റ് റേറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഡിഫറന്റ് റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ? പക്ഷെ അങ്ങനല്ല. പക്ഷെ അതല്ലല്ലോ റിയലിസ്റ്റിക് റേറ്റ്. റിയലിസ്റ്റിക് റേറ്റ് 10% അല്ലേ? അപ്പൊ അത് IRRന്റെ ഒരു ലിമിറ്റേഷൻ അല്ലേ? ഉം. അത് IRRന്റെ ഒരു ഫാൾട്ടി അസംപ്ഷൻ വരുന്നുണ്ട്. റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു റോങ് റേറ്റിലാണ്. ഒരു ഉം. അൺറിയലിസ്റ്റിക് റേറ്റിലാണ്. അല്ലേ? ഉം. അതൊരു അതൊരു ലിമിറ്റേഷൻ. പിന്നെ വേറെ ലിമിറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ചില സിനാരിയോയില് ലേറ്റർ സ്റ്റേജ് ഓഫ് ക്യാഷ് ഫ്ലോയില് എന്ന് വെച്ച് കഴിഞ്ഞാല് ലേറ്റർ സ്റ്റേജ് ലൈക്ക് ഈ പീരീഡ് എൻഡ് ആവാനാവുമ്പോൾ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് വരുന്നുണ്ടെങ്കിൽ ആ സിനാരിയോയിൽ 2 IRR വരാം. അത് നമുക്കൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ല. 2 IRR ചില സിനാരിയോയിൽ വരാം. നെഗറ്റീവ് ക്യാഷ് ഫ്ലോസ് ലേറ്റർ സ്റ്റേജിൽ വരാണെങ്കില്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. നമുക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്തതില് 5% അല്ലെങ്കിൽ 10% നമ്മൾ ട്രയൽ ആൻഡ് എറർ എടുക്കും. അതില് ഇടയിലുള്ളതായിരിക്കും എന്ത്? ആ നാടകം കഴിയാനായി. ഓക്കെ. 5%, 10%ഉം അതിലെടയിലുള്ളതായിരിക്കും എന്ത്? IRR അല്ലേ? ഉം. എന്നാ ചില സിനാരിയോയില് എന്താ 2 ഉം. റേറ്റ് വരും. ഇങ്ങനെയും വരും. അതുപോലെ തന്നെ 20യുടെയും 25ന്റെ ഇടയിലും വരും. ചില സിനാരിയോയില്. അത് സിനാരിയോ ഉണ്ട്. എന്നെ വിശ്വസിക്ക് ഉം. അതുണ്ട്. ഇപ്പൊ പ്രോബ്ലം ചെയ്യുന്നതിന് ഒരുപാട് സമയം എടുക്കും. അപ്പൊ 2 IRR ചില സിനാരിയോയില് വരാം. ഏത് സിനാരിയോയില്? ലേറ്റർ സ്റ്റേജ് ഓഫ് ക്യാഷ് ഫ്ലോയിൽ നെഗറ്റീവ് വരുമ്പോ. ആകാശ് ചിലപ്പോ റെക്കോർഡർ ആണായിരിക്കും നല്ലതുണ്ടായിരിക്കുക. ഇത് ചിലപ്പോ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. ഛെ ഫ്രീ ആണെങ്കി കണ്ടോ. ഐ മീൻ വേറെ വല്ലതും പഠിക്കാനുണ്ടെങ്കിലുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞൂന്നൊള്ളൂ. ഓക്കെ. അപ്പൊ 2 സിനാരിയോ ചില നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ലേറ്റർ സ്റ്റേജിൽ വരുന്നോടത്ത് 2 IRR വരും. ചില സിനാരിയോയില് റയറായിട്ട്. എന്ന് ഉം. വെച്ചുകഴിഞ്ഞാല് ആ IRRന് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ NPV 0 വരും. ഇതിന്റെ ഇടയിലൊരു 6% ഉണ്ട്. ഇതിന്റെ ഇടയിലൊരു 22% ഉണ്ട്. ഈ രണ്ടിലും NPV 0 വരും. ഓഹ്. അതൊരു ലിമിറ്റേഷൻ ആണ്. അത് മെയിൻലി നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ലേറ്റർ സ്റ്റേജിൽ വരുന്നിടത്താണ് ഉണ്ടായിരിക്കുക. ഉം. അപ്പൊ 2 ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നെന്താണ്? ഫാൾട്ടി അസംപ്ഷൻ ഓഫ് റീഇൻവെസ്റ്റ്മെന്റിങ് ആണ് നടക്കുന്നത്. പിന്നെ 2 IRR ചില സിനാരിയോയിൽ വരാം. ആ. ഈ 2 ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു IRR ആണ് എന്ത്?
മോഡിഫൈഡ് IRR. മോഡിഫൈഡ് IRR. അപ്പോൾ മോഡിഫൈഡ് IRR പ്രകാരം നമ്മൾ IRR കണ്ടുപിടിക്കുമ്പോൾ അവിടെ റീഇൻവെസ്റ്റ്മെന്റ് എന്തായാലും 10% നടന്നിട്ടുണ്ടായിരിക്കണം എന്ന് മിഥുൻ എന്റെ അടുത്ത് ചോദ്യം ചെയ്യില്ലേ? ഏ? അങ്ങനല്ല. മോഡിഫൈഡ് IRRൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇനി സോൾവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ മിഥുനെ നോക്കിയിരിക്കില്ലേ? അവിടെ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ തന്നെയാണോ റീഇൻവെസ്റ്റ്മെന്റ് നടക്കണെന്നുള്ളതെന്ന്? ഉം. ഇല്ലെങ്കില് മിഥുനം ചോദിക്കും, "ഭൈ സാർ MIRR പറഞ്ഞു കഴിഞ്ഞാല് IRRലത്തെ ഫാൾട്ടി അസംപ്ഷനായ റീഇൻവെസ്റ്റ്മെന്റ് അറ്റ് കമ്പനി മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നടക്കണില്ല എന്ന് പറഞ്ഞോണ്ടാന്ന് പറഞ്ഞു. പിന്നെ MIRRൽ എന്താ റീഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നടക്കാത്തത് എന്ന് ചോദിക്കില്ലേ?" ചോദിക്ക്. അപ്പോ MIRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് അറൈസ്ഡ് അല്ലെങ്കിൽ എമർജ്ഡ് ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് IRR. IRRന് 2 ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി റീഇൻവെസ്റ്റ്മെന്റ് അസംപ്ഷൻ എന്ന് വെച്ചാൽ ഇംപ്ലോയിഡ് അസംപ്ഷൻ ആണ് എന്ത്? ഏത് ഡിസ്കൗണ്ടിംഗ് റേറ്റിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നോ സെയിം ഡിസ്കൗണ്ടിംഗ് റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ആ പ്രോബ്ലം ചെയ്തത്. പക്ഷെ നമ്മൾ IRR കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും 2 ട്രയൽ എൻഡർ എടുക്കുമ്പോൾ ആ ട്രയൽ എൻഡർ ഡിസ്കൗണ്ടിംഗ് റേറ്റിലാണ് റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. വിച്ച് ഈസ് ആൻ അൺറിയലിസ്റ്റിക് റേറ്റ്. അതൊരു ഫാൾട്ടി അസംപ്ഷൻ ആണ്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാനും ചില സിനാരിയോയിൽ 2 IRR വരും. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? മോഡിഫൈഡ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഉം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ ആ. നമ്മൾ IRRൽ പറയുന്നത് വെച്ചാല് ലൈക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്നല്ലേ? IRR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് വാല്യൂ ഓഫ് At IRR rate at which present value of current cash outflow equal to present value of cash ക്യാഷ് ഇൻഫ്ലോ inflow. ഈക്വൽ ആയിരിക്കും. അപ്പോഴത്തേക്ക് ഇവിടെ ലൈക്ക് എങ്ങനെയാ പ്രസന്റ് വാല്യൂ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളുണ്ടല്ലോ ഈ സംഭവം അല്ല സെയിം തന്നെയായിരിക്കും. ഈ റീഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ഒരു ഫാൾട്ടി അസംപ്ഷനാണ് മെയിൻലി എലിമിനേറ്റ് ചെയ്യാനാണ് ഈ MIRR ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഈ 8% കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈ ക്വസ്റ്റ്യനില്. അത് കൺസിഡർ ചെയ്ത് ട്രയൽ എൻഡറിന്റെ പരിപാടി ഇല്ല ഇവിടെ. ട്രയൽ എൻഡർ ചെയ്യുമ്പോഴാണല്ലോ അൺറിയലിസ്റ്റിക് റേറ്റ് വരുന്നത്. ആ ഈ മിനിമം 8% വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് വെച്ചാല് ഇതിലെന്നല്ലേ റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാ. ആ അപ്പൊ കുഴപ്പമില്ലല്ലോ. അത് റിയലിസ്റ്റിക് റേറ്റ് അല്ലേ. റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനി മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ് ആണെങ്കിൽ വിഷയമില്ലല്ലോ. മനസ്സിലായി. മറ്റേല് ട്രയൽ എൻഡർ യൂസ് ചെയ്യുമ്പോൾ ആ റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇംപ്ലൈഡിൽ അവിടെ ആ ഉത്തരം പറയണത്. ശരിക്കും ആ റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിലാണ് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് എത്ര? 8%. അപ്പൊ നമ്മൾ MIRR കണ്ടുപിടിക്കുമ്പോൾ ഈ പെർസെന്റേജ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടായിരിക്കുക. ഈ ഓക്കെ പെർസെന്റേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇംപ്ലൈഡ് അസംപ്ഷൻ ആയി ഇതിലാണ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് റിയലിസ്റ്റിക് റേറ്റ്. ഓക്കെ മനസ്സിലായി. ഭയങ്കര സിമ്പിൾ ആണ്. എനിക്ക് ഈ IRR സുഖമായിട്ട് MIRR കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാം. പക്ഷെ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. അതാ നല്ലത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ കാണണം. നമ്മൾ നോർമൽ IRR ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണ്? റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിനാണ്? സ്ട്രോങ് ഡിസ്കൗണ്ടിങ് റേറ്റിലാണ് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യമേ ഫ്യൂച്ചർ വാല്യൂ 8% കാണണം. റീഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര ടോട്ടൽ വരണം കാണാം. ഒന്ന് എല്ലാത്തിനും കണ്ടുപിടിച്ചേ. സിമ്പിൾ അല്ലേ? എനിക്ക് ഇയർ 5ൽ എത്ര എമൗണ്ട് വരാന്ന് ടോട്ടൽ പറ. ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഇവിടെ എത്ര പീരീഡ് വരും റീഇൻവെസ്റ്റ് ചെയ്യാന്? ഫസ്റ്റില് 4 പിന്നെ പിന്നെ 3 2 പിന്നെ ഒന്നുമില്ല. അതെ ഓക്കെ. ഇവിടെ 0 എന്ന് പറയില്ല. 1 തന്നെ പറയാ. 0 ഓക്കെ അറിയില്ലേ? ഓക്കെ. അതൊന്ന് ബാൻ ചെയ്തേ. ഐ മീൻ ഇവിടെ 0 ഇയർ ആണ്. പക്ഷെ കോമ്പൗണ്ടിങ് ഫാക്ടർ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ 1 തന്നെ വരാന്ന്. ഓക്കെ അത് അറിയാതെ വിചാരിക്കുന്നു. ഓക്കെ. കണ്ടുപിടിക്കുക. ഇവിടെ പിന്നെ
तूने क्या मर जाना मुझसे में मुझसे में आज आज 2,13,587. 2,30,587 ആ. MIRന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താ? റൂട്ട് ലോവല് ഓഫ് അതെനിക്കറിയത്തില്ല. വേറെ ഏതാ ഉള്ളത് എന്ന് പറഞ്ഞേ? ഞാൻ മറ്റേ ക്ലാസ് കണ്ടപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യമേ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ പിന്നെ ലൈക്ക് IRന് സിമിലർ ആയിട്ട് 2 ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുത്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞ. IRRന് സിമിലർ ആയിട്ട് 2 ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുക്കാനാണെങ്കിൽ വീണ്ടും ലൈക്ക് ലൈക്ക് ഇപ്പൊ 5th ഇയറിൽ വരുന്നതെന്ന് വെച്ചാൽ ആ ഫ്യൂച്ചർ വാല്യൂ ഇല്ലേ, ആ അത് വെച്ചിട്ട് ഓ 2 ആ ഫിഫ്ത്ത് എങ്ങനെ പറഞ്ഞേ? ലൈക്ക് ഇയർ 0 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു ആ ആ 1 lakh ഇത്. പിന്നെ 36,000 ഇയർ 5 വരെ 5ല് ലൈക്ക് ആ ഒരു 2,13,000 ഇല്ലേ, എന്നിട്ട് അതിനെ ഡിസ്കൗണ്ടിങ് 2 ഫാക്ടർ വെച്ചിട്ട് മറ്റേ IRലെ ഇക്വേഷൻ ഇട്ടാ മതി എന്നാ പറയുന്നേക്കുന്നത്. ലൈക്ക് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഇപ്പം ജസ്റ്റ് ഇക്വേഷന്റെ പറഞ്ഞല്ലോ. ഫ്യൂച്ചർ വാല്യൂവിന്റെ എമൗണ്ട് ചെയ്താ എത്ര? സം ഓഫ് ഫ്യൂച്ചർ വാല്യൂ 2,30,587 പിന്നെ സം ഓഫ് പ്രസന്റ് വാല്യൂ എത്ര? പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എത്ര? 1,30,000 അല്ലേ? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും കോറിലേറ്റ് ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? റിട്ടേൺ -1 റൂട്ട് എത്ര? നമ്പർ ഓഫ് ഇയർ എത്ര? 5. ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ ആയിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഇതാണ് ഇക്വേഷൻ. സം ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ സം ഓഫ് പ്രസന്റ് ഔട്ട്ഫ്ലോ വാല്യൂ ലൈഫ് ഓഫ് പീരീഡ് -1. ഓക്കെ, മറ്റു ചെയ്യാം. എന്തായാലും അതിന്റെ ആൻസർ ഉത്തരം സെയിം തന്നെ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഫോർമുല പറഞ്ഞുള്ളൂ. മറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സെയിം തന്നെ കിട്ടും. എത്ര സോൾവ് ചെയ്തത്? ഇതിൽ മെയിൻലി ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കലാണ് ഒരു ടാസ്ക് ഉള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാ. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇതിലോട്ട് എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു അതാണ് എക്സാക്ട്ലി കാണിക്കുന്നത്. ഇവിടെ റീഇൻവെസ്റ്റ്മെന്റ് അറ്റ് റോങ് റേറ്റ് എന്നൊരു സംഭവം വരത്തില്ല. കാരണം ആദ്യമേ നമ്മൾ 8% റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയമല്ല. ഇതിനെ പറഞ്ഞ വഴി എനിക്ക് മനസ്സിലായി. അങ്ങനെയും ചെയ്യാട്ടാ. എനിക്ക് അത് ചെയ്തപ്പോ 1.09 ഇത് അതാണോ? ചെയ്തപ്പോഴാ 1.09 ഇന്ന് -1 ഓർക്ക്. ആ. അപ്പൊ 0.09 സംതിങ് വരും. ഇവിടെ 9% ആണ് ഉത്തരം. ആ 9. ഓക്കെ, അല്ലേ? അതെ. ഇത് കിട്ടിയാ? കിട്ടി. 9.44. ഓക്കെ, അത് വിഷയമില്ല. 9.4 എന്ന് പറഞ്ഞാല് ലൈക്ക് 9.4 എന്ന് ചെയ്താലും വിഷയമില്ല. അത് 9 ആക്കി റൗണ്ട് ചെയ്തെന്നുള്ളൂ. ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നത് മറ്റത് ലൈക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. രണ്ടിലും ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഞാന് അതെനിക്കറിയാം. പക്ഷെ നമ്മൾ ശരി മെറ്റീരിയൽ ചെയ്യാനായിട്ട് മാച്ചിങ് ആക്കാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ വെച്ച് ചെയ്തു എന്നുള്ളൂ. കണ്ട, സെയിം ഇക്വേഷൻ ആണ്. ഇപ്പൊ ഓക്കെ, ഇവിടെ റീ അറേഞ്ച്മെന്റ് നടത്തിയെന്നുള്ളൂ. മനസ്സിലായാ? മനസ്സിലായി. ഓക്കെ, അതിന്റെ സെയിം ഉത്തരം തന്നെ കിട്ടുക. ഇതിലെന്തോ വശപ്പശക് ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് ഇങ്ങോട്ട് പോകുമ്പോ ഓക്കെ ഇത് ഡിവൈഡ് ആണല്ലോ. ഓക്കെ ഓക്കെ ലൈക്ക് അതിന്റെ തന്നെ സംഭവം ഞാൻ ഇതൊന്ന് ജസ്റ്റ് റീ അറേഞ്ച് ചെയ്യാൻ നോക്കിയെന്നുള്ളൂ. അതിന്റെ ഉത്തരം സെയിം തന്നെ കിട്ടാം. ഓക്കെ അല്ലേ? എന്നാലും എന്റെ ഒരു ഈഗോന് ഇതൊന്ന് ഞാൻ ഒന്ന് നോക്കി പറ്റാ.
1 പ്ലസ് r ഹോൾ റേസ് ടു 5 36,000. അപ്പോൾ ഇതിനെ നമുക്ക് 36,000 1 പ്ലസ് r ഹോൾ റേസ് ടു 5 ആക്കാം. ആ ഇതിനെ റേസ് ടു 5 പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ √5 ആവില്ലേ? -1 പ്ലസ് r -1 ഈസ് ഈക്വൽ ടു r. അപ്പൊ നമ്മൾ ചെയ്ത സെയിം സംഭവം തന്നെയല്ലേ ഇവിടെ വന്ന്. അവിടെ എന്താ ചെയ്ത് മനസ്സിലായാ? ഇത് മനസ്സിലായില്ല? ആ അല്ലടാ നമ്മള് മേലെ വരച്ച ആ ഇക്വേഷൻ അത് തന്നെയാണ് ലൈക്ക് ആ ഇവിടെ വരുന്നതെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാട്ടിയതാണ്. ഇവര് വേറെ രീതിയിൽ കാട്ടി, ബട്ട് അത് അതിന്റെ സെയിം തന്നെയാന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എനിക്ക് എക്സാക്ട്ലി ഇങ്ങനെ വന്നു, വിച്ച് ഈസ് സെയിം ആസ് എബവ് അല്ലേ? മനസ്സിലായാ? മനസ്സിലായി. ഇങ്ങനെയല്ലേ ലൈക്ക് ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ ബൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റൂട്ട് ഇങ്ങനെ ലൈക്ക് ഇവിടെ എത്ര എമൗണ്ട് എത്ര ഇയർ ആണ് ലൈഫ് ഒരുമിച്ച്. സം ഓഫ് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ സം ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ -1. ആ അത് ലൈക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇതാണ് ആർ എന്ന് പറഞ്ഞാൽ എന്താ MIRR അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ എൻഡ് ചെയ്യട്ടെ. കഴിഞ്ഞില്ലേ? FM കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ കോസ്റ്റിംഗ് ഇല്ലേ, കോസ്റ്റിംഗില് ആ ഞാൻ താബിത് സാറിന്റെ ക്ലാസ്സാ കണ്ടിട്ടുള്ളത്. ആ അപ്പൊ സാറ് ലൈക്ക് ഈ 1.5 ഡേയ്സിലേക്ക്